എന്റെ പൊന്നു ദൈവമേ, ദീപാവലിയാണെന്ന് വരുത്തി ഇവിടെ ഇരുന്ന് പടക്കം പൊട്ടിക്കടിച്ച് അങ്ങോട്ട് മാറ്റിയിരുന്ന് പൊട്ടിക്ക്. ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഹൃദയം മാറ്റി വെച്ചൊരു മനുഷ്യനില്ലേ, അതും പെണ്ണിന്റെ ഹൃദയം. ഇനി പെണ്ണിന്റെ ഹൃദയമാണെങ്കിൽ എന്താ, ഞാനൊരു SI അല്ലേ, ഇപ്പോഴും ഇത് ചങ്കുറപ്പുള്ള ഹൃദയം തന്നെ. എടുത്തിട്ട് പോടാ, എടുത്തിട്ട് പോടാ നീ. മര്യാദക്കല്ലേ എല്ലാരും വാരി കൂട്ടി ഞാൻ ഇതിനകത്ത് മുള്ളിയിടും. ചേട്ടൻ പറഞ്ഞേ ചെയ്യോട്ടാ. അതെ, എനിക്കൊരു കാര്യം പറയാണ്ട്. എന്ത് കാര്യം? ചേട്ടന് ഹോസ്പിറ്റലിൽ സർജറിക്ക് പോയല്ല, അന്നേരം ഞാൻ പൈസക്ക് എന്തോരം ബുദ്ധിമുട്ടിന്നറിയാമോ? അതെന്തിനാ ബുദ്ധിമുട്ടിയത്? എന്റെ ഫോൺ ഉണ്ടായിരുന്നില്ലേ, ഗൂഗിൾ പേ ചെയ്താൽ മതിയായിരുന്നില്ല. എനിക്ക് പാസ്വേഡ് ഒന്നും അറിയത്തില്ലായിരുന്നു. ഒരിക്കൽ പാസ്വേഡ് പറഞ്ഞു കൊടുത്തതിന് ഇപ്പൊ ഹൃദയം മാറ്റേണ്ടി വന്നത്. ഇപ്പൊ എനിക്കൊന്നും കിട്ടാനില്ല. അതാ ഹൃദയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ചേട്ടന് ഹൃദയം തന്ന കവിതയുടെ ഭർത്താവുണ്ടല്ലോ, മൂപ്പരിന്നെ 3-4 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്? ഇങ്ങോട്ട് ചേട്ടനെ കാണാൻ വരുന്നുണ്ടെന്ന്. അവൻ എന്നോട് സ്നേഹം കൊണ്ടടി. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ നിന്റെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയായിരുന്ന? ചുമ്മാ ബോധക്കേട് പറയല്ലേ, എന്റെ അച്ഛനാ നിങ്ങൾക്ക് കൂട്ടിരുന്നേ. അച്ഛൻ കൂട്ടിയിരുന്ന കാര്യമൊന്നും പറയണ്ട. ഡോക്ടർക്ക് ECG കാണണമെന്ന് പറഞ്ഞപ്പോ പുറത്ത് കൊണ്ടുപോയി JCB കാണിച്ചു കൊടുത്തവളാണ്. ദൈവം പുറത്തുകാരാ അതും ഇതും പറഞ്ഞാ കേട്ടാ. അതും നിന്റെ അച്ഛന് ചെയ്യാ. ഒരു SIയുടെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ നെഞ്ചത്ത് ഉമ്മ നോക്കണോ നീ? അയ്യോ, ഞാൻ നിങ്ങളുടെ തല്ല ഉമ്മ വെച്ചത്. പിന്നെ ഞാൻ എന്റെ കവിതയ്ക്കാണ് ഉമ്മ കൊടുത്തത്. മരിഞ്ഞു കയറി വന്ന് ഉമ്മ വയ്ക്കാനാണോ? അല്ല, ഹൃദയം കാണാൻ. ഹൃദയം കാണാൻ വല്ല OTT-ക്കകത്ത് പോയി കാണണം. എന്റെ ഭാര്യ കവിതയുടെ മാറ്റി വെച്ച ഹൃദയം കാണാൻ. എടാ, നിന്റെ ഭാര്യയുടെ ഹൃദയം എന്റെ അലമാരിക്കകത്ത് മാറ്റി വെച്ചാക്കിയല്ല, നിനക്ക് വരുമ്പോ തന്നെ തുറന്നു കാണിച്ചു തരാം. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദയമില്ലാതെ തകർന്നു നിൽക്കുന്ന സമയത്ത് ഒരു സജ്ജി ഹൃദയവുമായിട്ട് ഒരാൾ വന്നു. കുഞ്ഞമ്പാമ, കുഞ്ഞുമോൻ. എന്നോട് നിങ്ങൾ നെറിവേട് കാണിക്കരുത്, നെറിവേട് കാണിക്കരുത്. ഈ നെറിവില്ലാത്തവൻ ഇവിടെ എന്തൊക്കെയാ പറയണത്? എനിക്ക് മനസ്സിലായില്ല. സംഭവം പുള്ളി പറഞ്ഞ ശരിയാ. പുള്ളിയും കൂടെ മനസ്സ് വെച്ചത് കൊണ്ടാണല്ലോ ചേട്ടൻ ഇങ്ങനെ ആരോഗ്യപരമായിട്ട് നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പുള്ളി പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അങ്ങ് സാധിച്ചു കൊടുത്ത് അങ്ങ് പറഞ്ഞു വിട്ടാൽ. നീ പറയണോട്ടല്ല അവൻ. ഞാൻ അവനെ കുറിച്ച് അന്വേഷിച്ചു. സൈക്കോടി, സൈക്കോ. സൈക്കോയാ? പിന്നെ അണ്ണാന്റെ പല്ല് പൊന്തി എന്നും പറഞ്ഞ അതിനെ കൊണ്ടുപോയി അതിന് കമ്പിട്ടോണ്ട് അണ്ണാകുഞ്ഞിന്റെ കല്യാണം നടന്നു. അയ്യോ, പല്ല് പൊങ്ങിയാന്ന് പറഞ്ഞ എത്ര ആലോചന മുടങ്ങിപ്പോയി. സൈക്കോ അല്ല, സൈക്കോ. ഇതങ്ങോട്ട് പിടിച്ചേ. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി മേടിച്ചോണ്ടാണ് നിന്റെ ഈ ചേട്ടൻ വന്നത്. കുട്ടിട്ട് സാരി ഒരു SI ആയ ഞാൻ സാരി കൊടുത്തതിന്റെ മുന്നിൽ കൂടെ വന്നോ? ഇങ്ങനെ കൊക്കാൻ വെച്ച് കാണിക്കാനാണ് ഞാൻ ഈ യൂണിഫോം ഇട്ട് വിളിക്കണത്. സോറി സാർ, എന്നോട് ക്ഷമിക്കണം. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അറിവില്ലായ്മയാണെങ്കിലും ആളിൽ തരാൻ നോക്കി പറയണ്ടേ? കേട്ടിക്കളയൂലേ ഞാൻ, കേട്ടിക്കളയൂലേ. ഇന്ന് ദീപാവലി ആയിട്ട് ഈ അമിട്ട് ഞാൻ എവിടെ വെച്ച് പൊട്ടിക്കും? ഒഴിഞ്ഞൊരു പറമ്പ് കിട്ടിയെന്ന് അവിടെ വെച്ച് പൊട്ടിക്കായിരുന്നു. ആണ്ടേ ഇവിടെ ഒരു ഒഴിഞ്ഞ പറമ്പ് കിടപ്പുണ്ടല്ല. പൊട്ടിക്കല്ലേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നീ എന്റെ കവിതയാണ്. അപ്പൊ ഞാൻ കൊണ്ടുവന്ന സാരി ഉടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. സാരി ഉടുത്തില്ലെങ്കിൽ നിന്നെ നെഞ്ചത്ത് വെച്ച് ഞാനിത് പൊട്ടിക്കും. കവിത എന്താ ചേട്ടന് സാരി ഉടുത്ത് കാണണം? ചേട്ടൻ എന്ത് പരിപാടിയാ കാണിക്കുന്നേ? ഇപ്പൊ തുണി ഉടുക്കാനാ പറഞ്ഞിട്ടു. ഞാൻ അവിടെ നിന്നാ ചിലപ്പോ തുണി അഴിക്കാൻ പറഞ്ഞാലോ. എന്റെ ചേട്ടന് ഒന്നും ചെയ്യല്ലേ. അയ്യോ, ഞാനായിട്ട് ഒന്നും ചെയ്യത്തില്ല. നീ തന്നെ അവന്റെ നെഞ്ചത്ത് വെച്ച് പൊട്ടി. ഉണ്ടാക്കണ്ട, പെങ്ങളെ കരയണ്ട. നിങ്ങളെല്ലാരും വിചാരിക്കുന്ന പോലെ ഞാൻ വലിയ സൈക്കോയൊന്നുമല്ല. എന്നോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ ഞാൻ തിരിച്ചും പെരുമാറുള്ളൂ. പെങ്ങൾ നന്നായിട്ട് തന്നെയല്ലേ എന്നോട് പെരുമാറിയത്. അപ്പൊ എന്റെ വീട്ടിൽ വന്ന സ്ഥിതിക്ക്. തന്റെ വീടോ? ഞാൻ സൈക്കോ അല്ലേ, ലോജിക്ക് നോക്കണ്ട. സ്ഥിതിക്ക് ഒരു ജ്യൂസ് കുടിച്ചിട്ടൊക്കെ ഇരിക്കാം. എന്നാ ഞാൻ ഇപ്പൊ ഓർഡർ ചെയ്യാമേ? അയ്യോ വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനുള്ള ജ്യൂസും ഒക്കെ ആയിട്ടല്ലേ വന്നേക്കുന്നത്. ഇന്നാ ജ്യൂസ് കുടിച്ചോ. ഇതാ ജ്യൂസാ?
ഇതെങ്ങനെ കുടിക്കാനാ? അറിയാം. ഒരു കാര്യം ചെയ്, ഈ പപ്സ് കൂടി കൂട്ടിക്കടിച്ചു അമ്മച്ചി. കുടിക്ക്. നല്ല പപ്സാ. കേട്ടാ കവിതേ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ നീയറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം കവിതേ, നീ ഈ സാരി ഉടുത്തപ്പോൾ എനിക്കൊരാഗ്രഹം. അയ്യോ നീ പണ്ട് കൈകൊട്ടി കളിക്ക് പോകുന്നതല്ലായിരുന്നു? അതെ. എനിക്കിപ്പോ ഇവിടെ വെച്ച് നിന്റെ കൈകൊട്ടി കളി ഒന്ന് കാണണം. കൈകൊട്ടി കളിക്കാം. ഞാനാ നിന്റെ മുമ്പിലാ. നിനക്കൊല്ല ഭ്രാന്തിട്ടാടാ. കവിതേ, എന്താ എടി അവന് കൈകൊട്ടിക്കളി കാണണോന്ന് മനസ്സിലായി. ഇന്നെങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ. ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. കണക്കണ 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 കണ. കട കട നല്ല ഐഡിയ. കവിതേ, എന്തേ പാട്ടിടാത്തേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവനിനി എന്തെടുത്ത് പൊട്ടിക്കും? എടാ നീ സൈക്കോ ആണെങ്കിൽ ഞാൻ അതിനേക്കാളും വലിയ സൈക്കോളാ. എവിടാ നിന്റെ ഗുണ്ട? വിടടാ. ഇവിടെ എന്റെ കവിതേ. അയ്യോ കവിതേ, എന്താ? അയ്യോ. തണ്ടടാൻ. ആയി താലിമാല. തലിമാല. എന്ത് ചെയ്യാനത്? ഞാൻ അലമാരി കൊണ്ടുവന്ന് വെക്കാം. ഈ അലമാരി വെക്കാനല്ല, ഇത് എനിക്ക് എന്റെ കഴുത്തെ ചാർത്തണം. എന്റെ കഴുത്തില നാണുണ്ടാണോ നിനക്ക് ഒരു പുരുഷന്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട്? കവിതേ, എന്താ? പെങ്ങൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ? നാത്തൂനെ വന്ന് മുടിവാക്കി പിടിച്ചു കൊടുക്ക്. കല്യാണമായിട്ട് നീ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നാ? അതെന്താ അങ്ങനെ ചോദിച്ചു? വയറ്റിന്ന് കുളുകുളൂന്ന് വെക്കണം. അതല്ല, ഞാൻ കൊര വീട്ടതാ. നാത്തൂനെ കൊര. നിർത്തിക്ക്. ഏട്ടാ ഇനിയിപ്പോ താലിയിട്ട് കഴിഞ്ഞ് കൊരവീടെല്ലാം കഴിഞ്ഞില്ലേ? ഏട്ടന് സന്തോഷമായില്ലേ? സന്തോഷമായി. ഇനി പോയിക്കൂടെ? ഓ, എനിക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷമായി. അപ്പൊ ഞാൻ പൊയ്ക്കോട്ടെ? ആണ്. പോട്ടെ. ശരി ശരി. എന്താ അയ്യോ ചേട്ടാ, ഈ താലി കെട്ടിയ സ്ഥിതിക്ക് ഇനി അങ്ങേര് ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ് തിരിച്ചു വരുമോ? ഫസ്റ്റ് നൈറ്റ്. ശരി, കണ്ടന്റ് ഇല്ലാത്ത ക്ലൈമാക്സും പറഞ്ഞു പോയ നിന്റെ കവിതേ, എന്ത്? നമ്മുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കണം. ഇതഴിക്കാൻ പറയരുത്. നിനക്ക് വേറെ ആരായിട്ട് ഒരു ബന്ധമില്ലേടി? അയ്യോ, ഒന്ന് സത്യമായിട്ട് എനിക്ക് ആരോടും ബന്ധമില്ല ഏട്ടാ. നോക്കി നുണ പറയുന്നോടി നുണച്ചി. നിങ്ങളൊന്നും രസയല്ലേ? നിങ്ങളെ പേടിപ്പിച്ച് വിറപ്പിക്ക് ചേട്ടാ. വിറപ്പിക്ക്. മീശ കൊണ്ട് ഗോഷ്ടി കാണിക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് വിറപ്പിക്ക്. എസ് ഐ സദാശിവന്റെ മേത്താണാ നീ കൈവച്ചത്. എന്റെ ദേഹത്ത് കൈവച്ചവരാരും വെറുതെ വിട്ടിട്ടില്ലടാ ഞാൻ. കവിതേ, എന്തേ? നമുക്ക് ഹണിമൂൺ എവിടെ പോണോടി? ചേട്ടാ, ഹണിമൂണിനൊന്നും പോകണ്ട. ഞാൻ വേറൊരു ആഗ്രഹം പറയട്ടെ? ഇന്ന് ദീപാവലി ആയിട്ട് ചേട്ടന്റെ കയ്യിലിരിക്കണ കൊണ്ട് ഞാൻ പൊട്ടിച്ചോട്ടെ? പിന്നെന്താ, ഇന്നാ കൊണ്ടുപോയി പൊട്ടിച്ചോ. ആരിക്കുഴ
SI സദാശിവനോടാണ് അവന്റെ കളി. എന്റെ ചേട്ടനോടാണോടാ നിന്റെ കളി? ഞാൻ വെറും പോങ്ങനാണെന്ന് വിചാരിച്ചോടാ നീ. എന്റെ ചേട്ടൻ പോങ്ങനാണെന്ന് വിചാരിച്ചോടാ നീ. ഇനി നീ ഏത് കൊണ്ടെടുത്ത് പൊട്ടി? നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മൂന്നുപേർ കൂടി അകത്ത് പോയിരുന്ന് സംസാരിച്ചാലാ? അയ്യോ അങ്ങനല്ല, നിങ്ങളെ കല്യാണമല്ലേ കഴിഞ്ഞേ, അപ്പൊ നിങ്ങളല്ലേ അകത്ത് പോയിരുന്ന് സംസാരിക്കണ്ടേ? ഞാൻ ജസ്റ്റ് ഒരു വഴി പോകല്ലേ, ഞാൻ എന്റെ വീട്ടിൽ പോവാണേ. ഒറ്റക്കിട്ട് പോകല്ലേ, ഒറ്റക്കിട്ട് പോകല്ലേ. കവിതേ, എന്ത് ഹാപ്പി ദീപാവലി. അയ്യോ നല്ലൊരു സ്കിറ്റ് നമ്മൾ അങ്ങനെ കണ്ടിരിക്കുകയാണ് അല്ലെ? പടക്കത്തിന്റെ മറ്റേ മാലപ്പടക്കോ, ഈ മാലപ്പടക്കം മീറ്റർ കണക്കിന് ഇങ്ങനെ വെച്ചിട്ട് പൊട്ടിക്കുന്ന സ്വഭാവം ആർക്കൊക്കെ ഉണ്ട് ഇവിടെ? അത് കൊറേ സൗണ്ട് കേൾക്കുന്ന പണ്ട് ചെയ്യാറുണ്ട്. ചെയ്യും. നമ്മളിപ്പോഴും ചെയ്യും, എപ്പോഴും ചെയ്യും. വീട്ടിന്റെ അവിടെ ദീപാവലി, കല്യാണം, വിഷു എല്ലാത്തിനും പൊട്ടിക്കും പടക്കം. നമ്മള് വിഷുവിന് ചെയ്യും. യെസ്, വിഷുവിന് ചെയ്യും. എനിക്കൊന്ന് കണ്ണൂർ സൈഡിൽ എങ്ങനെയായി പടക്കം പൊട്ടിക്കും? ദീപാവലിക്ക് മാത്രമാണോ അതോ ഈ പറഞ്ഞ പോലെ വിഷു ഓണത്തിന് പൊട്ടിക്കോ? ഇല്ല, വിഷുവിന് പടക്കം പൊട്ടിക്കും. വിഷുവിന് പടക്കം പൊട്ടിക്കും. അതുപോലെ തന്നെ ഒരു വീട്ടിൽ എത്രത്തോളം സൗണ്ട് നിൽക്കുവോ അത്രത്തോളം പടക്കങ്ങൾ മേടിച്ച് അതൊരു മത്സരം പോലെയൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കോഴിക്കോട് ഭാഗത്തൊക്കെ അങ്ങനെയുണ്ട്. അതെ, എന്ന് പറയുന്ന പോലെ ഇവിടെ ഉണ്ടായിരുന്നു ഓരോ പൊട്ടുന്നതല്ല, പടക്കം പോലെ അടിപൊളിയായിട്ടുള്ളത്, ഗംഭീരമായിരുന്നു. ഹൃദയപൂർവ്വം ചിരിക്കാൻ കുറെ ഹൃദയ കോമഡികൾ. അതെ, സൂപ്പർ. ബാറ്ററി എത്രത്തോളം ഹൃദയപൂർവ്വമായിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കിയാലോ? നോക്കാം നോക്കാം നോക്കാം. കരനിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി, ധൃതതും തനതാളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി. 35,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ചേച്ചി ദിവാലി ആയിട്ട് 35,000 rupees. സൂപ്പർ. ദിവാലി അടിച്ചു പൊളിക്കാം. ഹാപ്പി ദിവാലി. വീട്ടിൽ എല്ലാവരോടും ഒക്കെ ദിവാലി വിഷസ് അറിയിക്കണം. ഓക്കെ.